ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഞാൻ അന്നൊരിക്കൽ ഇത് കാണിച്ചില്ലേ, നത്തോലി കൊണ്ട്. ഇതുപോലെ തന്നെ കോലുമീൻ വെച്ച് നമുക്ക് ചെയ്യാം. ഇതുണ്ട്, ഇത് കോലുമീനാണ്. കോലുമീൻ എന്ന് പറയും. ഇതിൻ്റെ ചുണ്ട് ഭയങ്കര നീണ്ടതായിരിക്കും. നീണ്ടത് നമ്മളത് കട്ട് ചെയ്ത് കളയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെണ്ടക്ക ചെയ്യുന്നത്. കെണ്ടക്ക ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. അതിന് വേണ്ട ബാറ്ററി ആദ്യം നമ്മൾ തയ്യാറാക്കണം. ഇതിനകത്ത് നമ്മൾ എന്ത് ചേർക്കണം എന്ന് വെച്ചാൽ, ആദ്യമേ കുറച്ച് കോൺഫ്ലവർ പൗഡർ, ഒരു കോഴിമുട്ട, ഒരു 2 സ്പൂൺ റവയും കൂടി ഇടണം. അപ്പോൾ ഒരു ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയാട്ടോ. കോൺഫ്ലവർ തന്നെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒരു ബലം കിട്ടില്ല. അപ്പോൾ നമ്മൾ ബലം കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് റവയും കൂടി ചേർക്കണം. അപ്പം ഞാനത് മുക്കി വരാൻ കാണിച്ചു തരാം. നമ്മൾ ബാറ്ററി തയ്യാറാക്കി ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഈ കോൺഫ്ലവർ പൗഡറും നമ്മൾ ചേർത്ത് ഒരു 2 സ്പൂൺ റവയും കൂടി മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ട് കുറച്ച് നേരം വെക്കണം. അത് എണ്ണ ചൂടാകുമ്പോൾ മുക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ചോറ് കഴിക്കാൻ നല്ല കോലുമീൻ എന്ന് പറയും. ഇതിൻ്റെ ചുണ്ട് നീണ്ടിരിക്കും. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോറിനോ, നമുക്ക് ചോറ് കഴിക്കാനോ, ചപ്പാത്തി, കുപ്പൂസ്, പൊറോട്ട, ഇതിനൊക്കെ കഴിക്കാം. ചോറിനും കഴിക്കാം കേട്ടോ. ചോറ്, മോരുകറിയും ഈ മീൻ വറുത്തതും ഒരു തോരനുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ലതാണ്. എന്താ, ഓരോന്ന് മുക്കി അങ്ങ് പൊരിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ പൊരിക്കൂലേ, ചിക്കൻ പൊരിക്കണ അതേ ബാറ്ററിയാണ് കേട്ടോ. എൻ്റെ റെസിപ്പി അതുപോലെ തന്നെ നമ്മൾ കലക്കിയാൽ മതി. ചിക്കന് കലക്കണ പോലെ തന്നെ നമ്മൾ ബാറ്ററി തയ്യാറാക്കാം. മുട്ട ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു വന്നോളൂ കേട്ടോ. ഓക്കെ, ഇത്തിരി കോപ്പി വെക്കണം. എന്നിട്ട് മൊരിഞ്ഞ് വെക്കാം. ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, 60,000 ഫോളോവേഴ്സായി. പക്ഷേ സബ്സ്ക്രൈബ് കുറച്ച് കുറവാണ്. കാരണം എല്ലാവരും ഇങ്ങനെ കണ്ടങ്ങ് വിടുകയല്ലേ ഉള്ളൂ. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടം തോന്നണം. നല്ല സെർച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ ചോറിന് വേണ്ടി ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാലും എല്ലാവരും ഇപ്പോൾ ഇത് ഇടുമ്പോൾ ഇത് ചുമ്മ അങ്ങ് വറുത്ത് കഴിക്കുള്ളൂ. അത് വറുക്കണേൽ ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. അന്ന് നത്തോലി വറുത്തിട്ട് തീർന്നത് അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാവരും കഴിച്ചിട്ടോ. വേഗം തീർന്നു സാധനം. ഈ കോലുമീനും അതേ ഇത് തന്നെയാണ്. കോലുമീൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. അതിന് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ് അത്. ഇതും പീര വെട്ടിക്കുകയും ചെയ്യാം, മാങ്ങയിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കാം. പിന്നെ കുടംപുളി, നല്ല കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് ഇതും വയ്ക്കാം കേട്ടോ. നല്ലതായിരിക്കും. മറ്റേ ഈ കൂടുതലാണ്. മണം വരുന്നുണ്ട്. മണം വരുന്നതാണ്. ഇത്തിരി ഫിഷ് മസാല ഇടുന്നുണ്ട്. അതാണ് മസാലയും കൂടെ ഇടുമ്പോൾ കുറച്ച് നല്ല മണമായിരിക്കും.
പെട്ടെന്ന് റെഡിയാവുന്ന കാര്യം മുരിഞ്ഞ് വരുന്നു. പക്ഷെ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ചിക്കൻ മാത്രമല്ല, നമുക്കെല്ലാം നല്ല നല്ല ഇതിൻ്റെ ഉള്ളിലെ മുള്ളില്ലേ ഭയങ്കര നൈസ് മുള്ള. അപ്പം നമുക്ക് ഈ മുള്ള നമ്മൾ നൈസായതുകൊണ്ട് നമ്മൾ തൊണ്ടയൊന്നും കിട്ടത്തില്ല. കാൽസ്യം ഒത്തിരി ഉണ്ടാകും. നമുക്ക് ഈ കാലുവേദന ഒന്നും ഉണ്ടാകത്തില്ല ഈ മീൻ കഴിച്ചാൽ. ഫിഷിന് ഇതിൻ്റെ മുള്ളിനൊക്കെ കാൽസ്യം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മിക്കവരും കഴിക്കുന്നതല്ല, കാലുവേദനയൊന്നും വരില്ല കേട്ടോ. ഇത് റെഡിയായി കഴിഞ്ഞിട്ടുള്ള പരിപാടി പെട്ടെന്ന് റെഡിയാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മുക്കി ഉണ്ടാക്കാം. ഇതുപോലെ മുക്കി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇത് റെഡി ആയതുകൊണ്ട് കോരിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. പെട്ടെന്ന് മെലിഞ്ഞ് വരും. ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് വറക്കാനൊക്കെ സൺഫ്ലവർ ഓയിലാണ്. പിന്നെ പാനിലും വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഫിലിപ്സിൻ്റെയൊക്കെ ഇവിടെ പാനുണ്ട്, അതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിലും ചെയ്യാം. പക്ഷെ അതപ്പോൾ എണ്ണ വേണ്ടത്, എണ്ണ ഇങ്ങനെ തൊട്ട് വരട്ടിയാൽ മതി. പക്ഷെ അത് ടേസ്റ്റ് കുറവാണ്. ഇപ്പോൾ പ്രഷറുള്ളവർക്കൊക്കെ അതിനകത്ത് വെച്ച് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പ്രഷറുണ്ടെങ്കിൽ അപ്പോൾ ചെറുട്ട് ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇവിടെ ഇത്രയുള്ള പരിപാടി നോക്കിയിട്ടെങ്കിലും അടിപൊളിയല്ലേ നോക്കിയേ. ഇതിപ്പോൾ കണ്ട ഫിഷാന്ന് തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു കിൻഡർ ചിക്കൻ്റെ ലുക്കില്ലേ, അതാണ് ഇത്. കോലുമീൻ കേട്ടോ. ഞാൻ അന്ന് കാണിച്ചത് നെത്തോലി മീനാണ്. ഇത് കണ്ടോ. ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. ഞാൻ അടർത്തി ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയാണ്. സൂപ്പർ, അസലായിട്ടില്ല. അപ്പം എല്ലാവരും ഇതുണ്ടാക്കാൻ ട്രൈ ചെയ്യണം. ഫിഷ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. കിൻഡർ ചിക്കൻ മാത്രമല്ല, ഫിഷ് കൊണ്ട് ഉണ്ടാക്കാം. ഞണ്ട് കൊണ്ട് വരെ ഉണ്ടാക്കാം. ഞണ്ട് നമ്മൾ പൊളിച്ചെടുത്തിട്ട് വേണം. പിന്നെ കൊഞ്ച് കൊണ്ട് ഉണ്ടാക്കാം. കൊഞ്ച് പൊളിച്ചിട്ട് ഇതുപോലെ മുക്കി കാണിക്കാം. അതൊക്കെ ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ബീഫ് കൊണ്ട് ഉണ്ടാക്കാം, കിൻഡർ ചിക്കൻ പോലെ. നമുക്ക് പല എല്ലാ വെറൈറ്റി കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. മുട്ട കൊണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ബൈ.